ഹലോ വെൽക്കം ബാക്ക് ടു ponnus easy cooking. അപ്പോൾ ഇന്ന് ബനാന സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. ഓട്സും ബനാനയും കൊണ്ട് നമ്മൾ ഒരു അടിപൊളി സ്മൂത്തി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജ്യൂസിൻ്റെ ജാർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് ഞാനൊരു മീഡിയം സൈസ് ബനാനയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ ഉണ്ടെങ്കിൽ റോബസ്റ്റ എടുക്കാം, ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം എടുക്കാം. അപ്പോൾ അത് ഞാൻ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ അരയാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. കുറച്ച് പാലൊഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതാ 2 മിനിറ്റ് സാധാരണ പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടും പുളിപ്പില്ലാത്ത തൈരാണ് കൊടുത്തിട്ടുള്ളത്. പുളിപ്പുള്ള തൈരാണെങ്കിൽ ജസ്റ്റ് 1 ടേബിൾ സ്പൂണോളം അളവ് മതിയാവും. 1 2 ഓരോരുത്തർക്ക് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ തൈര് വെറും ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ പാല് ഞാൻ അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസി കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ പാല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് കൺസിസ്റ്റൻസി ഒരു അര കപ്പ് പാല് തന്നെ ധാരാളമാണ്. ഇത്രയും ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിതിൽ കുറച്ച് തണുപ്പിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മധുരത്തിന് വേണ്ടി ഞാനൊരു 3 4 ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഒരു 2 ഡേറ്റ്സ് ഒക്കെ ധാരാളമായിരിക്കും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ തീരെ ചെറിയ ഡേറ്റ്സ് ആയതുകൊണ്ട് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഡേറ്റ്സ് ചേർത്തിട്ടും മധുരം കുറവാണെന്ന് തോന്നുന്നവർ ജസ്റ്റ് 1 ടേബിൾ സ്പൂണോളം അളവ് ഹണി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം വെയിറ്റ് ലോസ് ചെയ്യേണ്ടാന്ന് താല്പര്യമാണെങ്കിൽ ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ ഡയറക്റ്റായിട്ട്. അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല സ്മൂത്തി ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സി ഇതാ ഓൺ ചെയ്ത് കൊടുക്കുവാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ബനാന പീസസുകൾ ചെറുതായിട്ട് ഇതിലൊന്ന് കിടപ്പുണ്ട്. അത് നമ്മൾ ഒത്തിരി പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തത് കൊണ്ടാണ്. അഥവാ നിങ്ങൾക്ക് നന്നായിട്ട് അരഞ്ഞ് വേണമെങ്കിൽ ഫസ്റ്റ് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കുവാണ്. ഇത് ജസ്റ്റ് വെയിറ്റ് ലോസിനല്ല, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഡേറ്റ്സും ഹണിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ഷുഗർ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചിയ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചിയ സീഡ്സ് ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ചിയ സീഡ്സ് ഉണ്ടല്ലോ, തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 2 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് കുതിർന്ന് കിട്ടും. അതും കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചിയ സീഡ്സിന് പകരം ബേസിൽ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് കേട്ടോ, ബദാമോ അല്ലെങ്കിൽ കാഷ്യോ പിസ്തോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിക്കാനായിട്ട്, ഈവൻ കപ്പലണ്ടി തന്നെ അതെല്ലാം കുറച്ച് മതി കേട്ടോ. 1 2 പീസസുകൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്മൂത്തിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ഡിന്നറിനോ ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി. വയറ് നല്ല ഫില്ലിങ്ങും ആയിരിക്കും, ഒത്തിരി ഹെൽത്തിയും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.